ഷാമോനെ, ഇടി പൊട്ടുന്നുണ്ട്, എനിക്ക് പേടിയാകുന്നു ഷാമോനെ. അതാ സൗദ വിളിച്ച് പറയുന്നു. എന്നാൽ നുസൈബ പറഞ്ഞു, അതെ സൗദത്ത പേടിക്കണ്ട. പഠിച്ചോനെ, ഇടിയും മിന്നലും കൂടുതലാകാണല്ലോ. ഞാൻ ഈ ജനല് ഒന്നടക്കട്ടെ. അടച്ചിട്ടും ഗ്ലാസ്സിലൂടെ വരികയാണല്ലോ റബ്ബേ. അതി പേടിക്കൊന്നും വേണ്ട. ഷാമോനെവിടെ? നുസി വിളിച്ചു നോക്ക്. എനിക്ക് ഷാമോനെ കാണണം. ഷാമോനല്ലാതെ എനിക്ക് പേടിയാണ്. എനിക്ക് പേടിയാകുന്നു. നല്ല ഇടിയും മിന്നലും വരുന്നുണ്ട്. എനിക്ക് പേടിയാകുന്നു. അത് സൗദത്ത ഇപ്പോൾ വരും. നിസ്കരിക്കാൻ പോയതാണ്. കണ്ടില്ലേ മിന്നലെറിയുന്നേ? എനിക്ക് പേടിയാകുന്നു. എന്തിനു പേടിക്കുന്നത്? അത് പഠിച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ലേ? അതെ, പഠിച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ളതാവുമ്പോഴേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും നമ്മളെ രക്ഷിക്കും. നമ്മളൊരു തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാത്തതല്ലേ. സാരല്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിക്കോളി സൗദത്ത. അതൊക്കെ എനിക്ക് ചൊല്ലാൻ പേടിയാണ്. പഠിച്ചവൻ, എനിക്ക് പേടിയാകുന്നല്ലോ റബ്ബേ. നീ ഷാമോൻ ഒന്ന് വിളിച്ചു നോക്ക്. ഈ ഷാമോൻ നിന്നെ കണ്ടിട്ടാണ് പോയത്, അല്ലേ എൻ്റെ കൂടെ തന്നെ നിന്നിരുന്നു. അങ്ങനെ ഇതാ അല്പസമയം കഴിഞ്ഞപ്പോൾ ഷാമോൻ എത്തുന്നു. എന്താ മക്കളെ, ഇടിയൊക്കെ ഇത്ര പേടിയുള്ള കാര്യമാണല്ലോ. അതൊക്കെ പഠിച്ചവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാണെന്നല്ലേ. അത് സാരല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോളും. ഷാമോനെ വരെ എൻ്റെ അടുത്ത് ഇരിക്കുക. എനിക്ക് പേടിയാണ്. എനിക്ക് പേടിയാണ് ഷാമോനെ. ശരിക്കും അതാ നുസൈബ ഞെട്ടിപ്പോയി. അതെ, അവൾ ഷാമോനെ പിടിച്ച് വലിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നുസി, ഒന്ന് അവളുടെ അടുത്ത് ഇരുന്നെടുത്തേ. ഓ പഠിച്ചവനെ, ഇത് വേണ്ട വേണ്ട ഷാമോനെ, വേണ്ട. കാരണം ഒരു പക്ഷേ പഠിച്ചവൻ ആർക്കൊക്കെയാണ് അസുഖം തരാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ അള്ളാഹുവിൻ്റെ വിധി പോലെയല്ലേ വരിക. അപ്പം അതുകൊണ്ട് വേണ്ട, സാരല്ല. എന്നാൽ ഷാമോനെ ഒന്ന് എന്നെ പിടിച്ച് ആശ്വസിപ്പിക്കുമോ? എനിക്ക് ആകെപ്പാട് ടെൻഷനാവുന്നു. എനിക്കിവിടുന്ന് ഓടാൻ തോന്നുന്നു. എന്നാൽ നുസൈബ പറഞ്ഞു. അങ്ങനെ അതാ സൗദ ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഓടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എനിക്ക് ചൂടെടുത്തിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചു തരുമോ ഷാമോനെ പ്ലീസ്? എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. ശരിക്കും നുസൈബ ഞെട്ടിപ്പോയി. അതെ, എ സി റൂം എടുത്തിട്ടും ചൂടെടുക്കുകയാണല്ലോ. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ അവൾ എഴുന്നേറ്റ് ഓടുവാൻ നിൽക്കുന്നു. ഷാമോനെ, സൗദത്ത അതാ. എന്തിഞ്ഞ് പോവില്ലിട്ടോ, പള്ളിയിലേക്കൊന്നും പോവല്ലേ, എനിക്ക് പേടിയാണ്. ഏയ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ അതാ ഷമ്മാസ് വാതിലടിച്ചു. സൗദ, എന്ത് നിനക്ക്? ഷാമോനെ, എൻ്റെ ഷാമോനല്ലേ, എൻ്റെ കൂടെ നിൽക്കണം, എങ്ങോട്ടും പോകാതെ. എന്നാൽ ഞാൻ എങ്ങോട്ടും ഓടൂല കേട്ടോ. എന്നെ നോക്കണം, എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. എന്നാൽ സൗദിയുടെ മുഖത്തേക്ക് ദയനീയമായി അതാ അവൻ നോക്കുന്നു. എന്നാൽ നുസൈബ പറഞ്ഞു, അതെ ഷാമോനെ, അതെ ഓള് നോക്കിക്കോളി. അതിനുള്ള പ്രതിഫലം പഠിച്ചോൻ തരും ഞമ്മക്ക്. സാരല്ല, ഈ ഒരു മാനസികാവസ്ഥയിലല്ലേ. അല്ലാതൊരിക്കൽ പോലും കരുതി കൂട്ടിയിട്ട് ചെയ്യല്ലല്ലോ. എന്തായാലും നോക്കിക്കോളി, കുഴപ്പമില്ല. ഷാമോനെ, എന്നൊന്ന് ചേർത്ത് പിടിക്കുമോ? എനിക്ക് പേടിയാകുന്നുണ്ട് ഷാമോനെ, പ്ലീസ്. ഇടിയും മിന്നലൊക്കെ പൊട്ടുകയാണ്, എനിക്ക് പേടിയാവുന്നു ഷാമോനെ, എനിക്ക് പേടിയാവുന്നു. എന്നൊന്ന് ചേർത്ത് പിടിക്കുമോ? നുസി പറ ഷാമോനോട് എന്നെ ചേർത്ത് പിടിക്കാൻ. എൻ്റെ പുറത്തൊന്ന് കൊട്ടിത്തരാൻ, ഒഴിഞ്ഞു തരാൻ പറ നുസി. എന്താ പ്ലീസ്? അത് ശരിക്കും നുസൈബ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായി. പഠിച്ചോനെ, നല്ല ഇടിമിന്നലുണ്ട്. ഇവൾക്ക് സ്വഭാവമാണെങ്കിൽ ഇങ്ങനെ. പക്ഷെ തൻ്റെ പൊന്നുമോളെ കുറിച്ച് ഓർത്തപ്പോൾ നുസൈബക്ക് ആകെ വിഷമമായി. ഇക്ക, നമ്മൾ കുഞ്ഞ് ഉമ്മ ഒറ്റക്കായിരിക്കും. ഇക്ക, ഞാൻ എന്ത് ചെയ്യാം? എന്നാൽ അത് കേട്ട ഉടനെ തന്നെ അതാ അവൾ സൗദ പറയുന്നു, അല്ല നുസി, ഈ ഇപ്പം എന്തിനാ ഇവിടെ നിന്നത്? ഞാനും ഷാമോൻ ഒറ്റയ്ക്ക് മതിയായിരുന്നു ഇവിടെ. കുട്ടികളൊക്കെ അവിടെ അല്ലേ. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വിട്ടിട്ട് എന്തിനാ നിന്ന് ഇവിടെ? ഈ എന്തിനാ ഇവിടെ നിന്നത്? നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ഷാമോ മതി. ഷാമോ ഉണ്ടാവില്ലാണ് എനിക്ക് സമാധാനം. ഈ ഉണ്ടാകുമ്പോഴൊക്കെ എനിക്കൊരു സമാധാനക്കേടാണ്. കുട്ടികൾ ആലോചിച്ചിട്ട് നീ പോയിക്ക വീട്ടിലേക്ക്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതെ, ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെ അവൾ അതാ അങ്ങനെ ചെയ്യുന്നു. എന്നാൽ അതെ, ഇവൾക്ക് കാര്യമായിട്ട് എന്തൊരു അസുഖമുണ്ട് എന്ന് ഷാമോനും ഡോക്ടറെ കാണുവാൻ വേണ്ടി നേരെ പോകുന്നു. ഒരു ഡോക്ടറൊന്ന് ഡ്യൂട്ടി ഡോക്ടറുണ്ട്, അവരുടെ നോക്കുന്ന ഡോക്ടറില്ല. ഡ്യൂട്ടി ഡോക്ടർ വന്ന് അതാ സൗദയെ ഒന്ന് പരിശോധിക്കുന്നു.
പ്രോബ്ലംസ് ഒന്നും കാണുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ തലക്ക് സ്കാനിങ്ങൊക്കെ എടുത്ത് നോക്കേണ്ടി വരും. നോ പ്രോബ്ലം. അത് പേടിയും മിന്നക്കലൊക്കെ വന്നപ്പോഴേ ആകെപ്പാട് ടെൻഷനായി. ഓ അങ്ങനെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ. മെഡിസിൻ ഏത് എഴുതണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയണില്ല. പിന്നെ ഉറക്ക ഗുളികയാണുള്ളത്. ഉറക്ക ഗുളിക ആകുമ്പോഴേ പേഷ്യൻ്റ് നല്ല ഉറക്കമായിരിക്കും. പക്ഷെ ആവശ്യമില്ലാതെ ഞങ്ങൾ കൊടുക്കുന്നു ശരിയല്ല. എന്താണ് പ്രോബ്ലം എന്ന് കാണുന്നില്ല. കാരണം ഞങ്ങളിപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി. പക്ഷേ അതിലൊന്നും ഒരു മാറ്റം എന്ന് പറയാൻ, അതിന് അസുഖം എന്താണെന്ന് കാണണ്ടേ, കണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുക. പഠിച്ചോനെ എന്തൊക്കെ തന്നെയായാലും. എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉമ്മ വിളിക്കുന്നുണ്ട്. ഹലോ മോനെ, എന്തായടാ, എങ്ങനെയുണ്ട്? പഠിച്ചോനെ എൻ്റെ കുട്ടി അവിടെ ഒറ്റക്കാണ്. അവിടെ എൻ്റെ നുസി അവിടെയാണല്ലേ നിന്നത്. എങ്ങനെയുണ്ട് പുന്നാര മോനെ? ഉമ്മ അവർക്ക് ഇങ്ങനെ ഞാനിങ്ങനെ കൂടെ നിൽക്കണം. പിടിക്കുക ഷാമോനെ. ഒരു ഇടിമിന്നൽ വന്നപ്പോഴേക്കും എന്നെ പിടിക്കുക, എന്നെ ചേർത്ത് പിടിക്കുക, എൻ്റെ പുറത്ത് ഒഴിഞ്ഞു കൊണ്ടോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തമ്മ ചെയ്യുക മോനെ? എന്താ ഇപ്പം ചെയ്യുക? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം പെറ്റ തള്ളണ്ടേനെ വിളിച്ചതാക്കിയേനും. ഇനിയിപ്പോൾ എന്താ അപ്പം ഇനിയിപ്പോൾ ആരും നിൽക്കാനും ആയിക്കഴിഞ്ഞോളേ. അപ്പം തന്നെ ഓൾക്കൊരിതുണ്ട്. എനിക്ക് ഓളെ കളി കണ്ടിട്ട് വല്ലാതൊരു ഇത് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ പൊന്നാര എൻ്റെ ഷമ്മാസ്, അടിൻ്റെ കുറവുണ്ടോയെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഉമ്മ അങ്ങനെയൊന്നും പറയണ്ട. കാരണം ആർക്കാ എന്താ ഏതൊക്കെ അസുഖം വരാമെന്ന് പറയാൻ പറ്റില്ല. അല്ല ശരിയാണ്, എനിക്ക് ഒരുവിധമൊക്കെ എനിക്കറിയാം. പക്ഷേ സൗദൻ്റെ കാര്യത്തിൽ എന്തോ ഒരു ഇതിൻ്റെ കുറവുണ്ട്. ആണൊക്കെ ഇല്ലാതെ ആണുങ്ങളൊക്കെ ഇല്ലാതെ നിൽക്കുകയല്ലേ. ഇതിപ്പോൾ ഒരു തണ്ടും തട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയല്ലേ. നിങ്ങളൊരു കൂട്ടരാണെങ്കിൽ നല്ല മട്ടത്തിൽ കയ്യും ചെയ്യുക, പോക്കും വരവും. അതൊന്നും ഓൾക്ക് വല്ലാതെ അങ്ങോട്ട്. ഉമ്മ അതൊന്നും ചിന്തിക്കണ്ട ഉമ്മ, അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ വേണ്ടാത്ത ചിന്തിക്കണ്ട. അല്ല മോനെ, ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇളക്കാണ്. ഒരു കൂട്ടർ നല്ല മട്ടത്തിൽ നിൽക്കുമ്പോൾ എത്ര മാപ്പിള മരിച്ച പെണ്ണുങ്ങൾ മോനും മരുവോളും നിൽക്കുന്നത് കാണുമ്പോൾ, മോളും മാപ്പിളും നിൽക്കുന്ന കാണുമ്പോൾ പറ്റൂല. ഓൽക്കൊരു ജാതൊരു അസുഖം വരും. അങ്ങനെ എത്ര ഉണ്ട്. മാപ്പിള മരിച്ച ഒരുവിധം പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളൊരു അസുഖമുണ്ട്. എല്ലാവരും ഞാൻ പറയണില്ല. എല്ലാവരല്ല, ചില പെണ്ണുങ്ങൾക്ക് മാപ്പിള മരിച്ചവരല്ല, മാപ്പിള ഇട്ട് പോയോലേ, അങ്ങനെ ഓൽക്ക് എന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ വെച്ചാൽ മറ്റേ കുറച്ച് പ്രായമായി മരിച്ചതെന്ന് വെച്ചാൽ ഓർക്ക് കുട്ടികളും മക്കളും പേരക്കുട്ടികളൊക്കെ അതിൻ്റെ ചിന്തയും ഇതൊന്നും ഉണ്ടാവില്ല. ഓർക്ക് മരണത്തിൻ്റെ ചിന്തക്കാരം. പക്ഷെങ്കിൽ ഈ ഒരു പ്രായത്തിലൊക്കെ മാപ്പിളാരൊക്കെ ഇട്ട് പോകുന്ന പെണ്ണുങ്ങളൊക്കെ പൊതുവേ ഒരു എനിക്ക് അല്ല ഓൽക്കൊരു മനസ്സൊക്കെ ഇങ്ങനെ ഒരു തോന്നലും എന്തോ ഉണ്ടാവും. കാരണം ഒരട്ട പോലെ അതിൻ്റെ ഇത് അനുഭവിച്ചും ചെയ്തു, പിന്നെയാണ് ഇത് കിട്ടണില്ല. അപ്പം പിന്നെ പെരയിൽ എൻ്റെ പൊന്നാര ഷമ്മാസേജ് അങ്ങോട്ട് മറലും ഇങ്ങോട്ട് മറലും തിരിയലും എടുത്തുക്കും മണ്ടിപ്പായലും അതിൻ്റെ ഇടയിൽ അവിടേക്ക് പായലും എല്ലേത് വിചാരിച്ചും ചെയ്യല്ലേ. ഇതിങ്ങനെ കണ്ടും കേട്ടൊക്കെ നിൽക്കുമ്പോഴേ ഓൾക്കും ഉണ്ടാവില്ലേ ചെറിയൊരു പൂതിയൊക്കെ. ഉമ്മ എന്ത് ഉമ്മി പറയണു? അതല്ല പൊന്നാരെ, പുതിയാപ്പിളക്കൊരു പൂതി ഉണ്ടാവില്ലേ എന്നാണ് ഞാൻ പറയണത്. എൻ്റെ ഉമ്മ എന്താ നിങ്ങളീ പറയണത്? ഞാൻ എത്തിയ മറ്റു രീതിയിൽ പോലും അതല്ല എൻ്റെ പൊന്നാര കുട്ടി, അന്നല്ല പറയണത്. പമ്പറന്നോളണ്ണേ. ഉമ്മ വേണ്ട, സാരല്ല, ആയിക്കോട്ടെ നോക്കിക്കോ, എന്നെ കൊണ്ട് കഴിയണമായി നോക്കിക്കോ, എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കൊക്കെ പഠിച്ചോൻ എന്തൊക്കെ വരാമെന്നും പറയാൻ പറ്റൂല. ഇത് നല്ല മട്ടത്തിൽ നോക്കിക്കോ. എന്നാൽ അപ്പോഴേക്കും ഷാമോനെ എന്നെ പിടിക്ക്. ഉമ്മ കേൾക്കുന്നുണ്ടോ സൗണ്ട്? ഷാമോനെ പ്ലീസ് എന്നെ പിടിക്കാൻ വാ. എന്നാൽ അപ്പോഴേക്കും അതാ നുസൈബ, ഇക്ക അതവർ ഇറങ്ങി ഓടാൻ നിൽക്കുന്നു. പഠിച്ചോനെ ഉമ്മ ഞാൻ വിളിക്കാം. അങ്ങനെ അതാ ഷമ്മാസ് ഓടിയെത്തുന്നു. എങ്ങോട്ടാ സൗദത്തെ നിങ്ങൾ പോകുന്നത്? എങ്ങോട്ടാ സൗദ എങ്ങോട്ടാ ഇറങ്ങുന്നത്? കയറി കിടക്ക് കട്ടില്ലേ. ഷാമോന് പോവല്ലേ, ഷാമോന് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാകാണ്, എനിക്ക് പേടിയാണ്. എന്നാൽ നുസൈബ പറഞ്ഞു, ഇക്ക ഇനി പോകണ്ട, നിങ്ങൾ ഓളെടുത്ത് തന്നെ നിന്നോളി. ഷാമോൻ എൻ്റെ കാല് നോക്ക്, എൻ്റെ കാല് എന്തൊരു വേദന, ഒന്ന് പിടിച്ചോക്ക്, ഒന്ന് പിടിച്ചു നോക്ക്. എന്നാൽ നുസൈബക്ക് അതെല്ലാം കണ്ടു. ഇക്ക നിങ്ങളൊരു പെങ്ങളെ സ്ഥാനത്ത് ഓളെ കണ്ടിട്ട് ചികിത്സിച്ചോളി, എനിക്ക് കുഴപ്പമില്ല. അതെ, നമ്മൾ കരുതി കൂട്ടിയിട്ടൊന്നുമല്ലല്ലോ, അങ്ങനത്തെ അവസ്ഥ വന്നിട്ടല്ലേ. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഒരു പക്ഷേ നാളെ എനിക്കാണെങ്കിലോ ഈ അവസ്ഥ. നുസൈബ നീ മിണ്ടല്ലേ. ഷമ്മാസ് അതാ ശബ്ദമുയർത്തി അവളോട് സംസാരിച്ചു. എന്നാൽ അത് കേട്ടപ്പോൾ അതാ നുസൈബ ഒന്ന് പതുങ്ങിപ്പോയി.
ഒന്നും മിണ്ടേണ്ടത് ഞാൻ എന്താ ചെയ്യുള്ളത് ചെയ്തോളാം. എന്നാൽ അപ്പോൾ തന്നെ ഷമ്മാസ് അതാ സൗദിയുടെ കാൽ അവൾ പറഞ്ഞ രീതിയിൽ അതാ മസാജ് ചെയ്ത് കൊടുക്കുന്നു, കാൽവിരലുകളെല്ലാം. എന്നാൽ നുസൈബ അത് നോക്കുന്നു. നുസൈജ് എന്തിനെങ്ങനെ നോക്കണത്? ഈ നോക്കണുണ്ട്, എനിക്ക് പേടിയാണ് നുസൈബ. ഈ ഒന്ന് വിട്ട് നിൽക്ക്, ഷാമോൻ ഒന്ന് മസാജ് ചെയ്യട്ടെ. എന്നാൽ നുസൈബയെ ഷമ്മാസ് ഒന്ന് പതുക്കെ നോക്കി. അവൻ്റെ ആ നോട്ടത്തിൽ അവളൊന്ന് ചൂളിപ്പോയി. റബ്ബേ, ഞാൻ അവർക്കൊരു തടസ്സമായോ? ഞാൻ നിൽക്കേണ്ടിയിരുന്നില്ല, ഞാൻ പോയാൽ മതിയായിരുന്നു. റബ്ബേ, അതെ, അവൾക്ക് എന്നെ കാണുന്ന ഇഷ്ടമല്ല. നുസി പോയിക്കോ, നുസി റൂമിൽ നിൽക്കണ്ട, പോയിക്കോ. ഷമ്മാസിൻ്റെ കാലൊഴുന്നത് നുസി കാണണ്ട, എനിക്ക് ഇഷ്ടമല്ല, പോയിക്കോ. നുസി ഒന്നങ്ങോട്ട് മാറി നിന്നേക്ക്. എന്നാൽ നുസൈബ അതാ ആ റൂമിൽ നിന്നും പുറത്ത് കിടക്കുന്നു. അവൾ അതാ ആ വാതിലിനോട് ചാരി വിതുമ്പിക്കരഞ്ഞു. റബ്ബേ, എന്തിനു ഞാൻ വന്നത്? ഞാൻ എന്തിനു വന്നത് ഇങ്ങോട്ട്? ഇതൊക്കെ ശരിയായിരിക്കും, മാനസിക രോഗമായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കൽ പോലും സൗദത്ത് അങ്ങനെ ചെയ്യില്ല. അങ്ങനെ അവർ ചെയ്യുമൊന്നുമില്ല. അതെ, പഠിച്ചവനെ പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്ക്. എന്നാൽ അതാ ഷമ്മാസും അവളും അതിനുള്ളിൽ മാത്രം. അതാ നുസൈബ പുറത്ത്. അവളുടെ നെഞ്ച് വല്ലാതെ പിടക്കുന്നുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പെങ്ങളുടെ സ്ഥാനത്ത് ഇത്താത്തയെ കണ്ടോട്ടെ, ഇത്താത്തയല്ലേ, വേറൊന്നും അല്ലല്ലോ. അത് നവാസ്കിയുടെ ഭാര്യയല്ലേ, സ്വന്തം ഇത്താത്തയെ പോലെ പരിപാലിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ മനസ്സിനുള്ളിൽ വല്ലാത്ത വേദന വരികയാണ്. എനിക്കറിയുന്നില്ല എന്താണെന്നുള്ളത്. എന്നാൽ പെട്ടെന്ന് സിസ്റ്റർ വന്നു. ആ, സിസ്റ്റർ. ഷമ്മാസ് വാതിൽ തുറന്നു. എക്സ്ക്യൂസ് മീ, എങ്ങനെയുണ്ട് സൗദ? അത് സിസ്റ്ററെ, അവൾക്ക് എന്താ പറയുക, കാലുവേദന എന്തൊക്കെയായിട്ട്. ഓ അങ്ങനെ. അല്ല അല്ല സൗദ, ഇത് മിക്കവാറും ഇവിടെ വിടേണ്ട കേസായിരിക്കും കേട്ടോ. ഇതിപ്പോൾ എന്താ ഒരാളെ പുറത്തേക്ക് വിടാനും ഒന്നും ഷാമോൻ നിങ്ങൾ കൊണ്ടുപോകില്ല കേട്ടോ, അതെനിക്കുള്ളതാണ്. സിസ്റ്ററിനോടും അത് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനേ, ഞങ്ങൾക്ക് അതൊന്നല്ല, മിക്കവാറും നിങ്ങളെ കൊണ്ടുപോകേണ്ടി വരും. എങ്ങോട്ട്? കുതിരവട്ടത്തേക്ക്. കുതിരവട്ടോ? റബ്ബേ, ആ കാലിൽ അല്പം ചങ്ങലക്കിടേണ്ടി വരും. കാരണം ഒരു മനുഷ്യൻ്റെ പിന്നാലെ അങ്ങനെ ഓടുകയെന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്താ വേറെ വല്ല പ്രശ്നമുള്ള പോലെയാണല്ലോ നിങ്ങളുടെ. കാര്യമായിട്ട് നല്ല വട്ടുണ്ടല്ലേ. ദേ, ഈ സിസ്റ്റർ ഒന്ന് അനാവശ്യം പറയുന്നത്. ഷാമോനെ പറയുന്നത് കേട്ടില്ലേ? എനിക്ക് വട്ടാണെന്ന്. എനിക്ക് ഷാമോനെ കാണുമ്പോൾ എൻ്റെ അസുഖം മാറും, എൻ്റെ കൂടെ ഉണ്ടായാൽ. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എന്നാൽ അത് സിസ്റ്റർ പറഞ്ഞു, അതൊക്കെ അവിടെ ചെന്നൊന്ന് ഷോക്ക് അടുപ്പിച്ചാൽ റെഡിയാവും, അതായിരിക്കും നല്ലത്. അല്ലാതെ ഇവിടെ നിർത്തി പൈസ പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ ഈ സമയം അത് സൗദിയുടെ ഉപ്പ. എൻ്റെ പൊന്നാരെ, ആ പെണ്ണിന് ഇതെന്താ പറ്റിയത്? ഓലിലുള്ള കുട്ടികളട്ട് അവിടെ പോയി നിൽക്കുകയാണ്. അതെ എടി, ഞാൻ പോയി നിന്നോളാം. ഇക്ക, ഞാനും വരാം, നമുക്ക് രണ്ടുപേർക്കും നിന്നോളാം. ശരിക്കും അവരല്ലല്ലോ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടത്, ഞാനും നിങ്ങളും അല്ലേ നിൽക്കേണ്ടത്. എന്നാൽ ഈ സമയം സൗദ ഹോസ്പിറ്റലിലായ വിവരമത കുഞ്ഞിക്കതിയ അറിയുന്നു. ഓ, ഇപ്പം എന്തായി? ഓൾ എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയി, ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ പോയി തള്ളനും കുട്ടികളൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് ഇപ്പോൾ ഓളെന്താ ആശുപത്രിയിലായോ? പുത്തൻ വീട് തറവാട്ടിലൊക്കെ എത്തി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ആശുപത്രിയിലായി. ആ, ഒന്ന് പോയി നോക്കാം. മോളല്ലേ? നേരെ അതാ ഹസീനയോട് പറഞ്ഞു, ഹസീന ഒന്ന് ആശുപത്രി വരെ പോകാണ്ട്, ഏതായാലും നേരെ വെളുക്കട്ടെ നമുക്ക്. എന്തിയുമ്മ? ഒന്നുമല്ല, എൻ്റെ ഏട്ടത്തിണ്ടല്ലോ, ഒളിച്ചോടി പോയോളൂ ആ സൗദ. ആ, ഓളവിടെ ആശുപത്രിയിലുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം. കുട്ടിനൊക്കെ കിട്ടിയിക്കണ്, പുത്തൻ വീട് തറവാട്ടിലാണ് താമസം എന്നൊക്കെ പറയണ കേട്ടു. എന്താ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഏതായാലും സത്താറിൻ്റെ കേസിന് ഇനി പോകാണ്ടിരും നമുക്ക്. നല്ലോണം പറഞ്ഞോണ്ടി, എന്നെ പീഡിപ്പിച്ചതും ഓൻ ഇടക്കിടക്ക് മറ്റോളെ കാണാൻ വരുമ്പോൾ ഇങ്ങനെ പിടിക്കൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല പറഞ്ഞു കൊടുത്തോണ്ടി. ഒരിക്കലും വിടരുത്. നഷ്ടപരിഹാരം നമുക്ക് നല്ലോണം കിട്ടണം. പക്ഷേ ഈ കേസ് നവാസിനും കൊടുക്കാനുള്ളതാണ് നമുക്ക്. പക്ഷെ അപ്പോത്തിന് ആ പമ്പർന്നോൾ മണ്ടിയില്ലേ, അങ്ങനെ മണ്ടാ പാടുണ്ടോ പമ്പർന്നോള്? ഒരിക്കലും പാടില്ല. നവാസിൻ്റെയൊക്കെ എത്ര നമുക്ക് എടുക്കേനു.
അപ്പോത്തിന് ഓളം അങ്ങോട്ട് വണ്ടി പാഞ്ഞ് കയറിപ്പോയിക്കണ് കള്ളത്തി. ഇങ്ങോട്ട് വരട്ടുള്ളൂ, കാണാൻ പോണേ ഇഷ്ടമില്ല. നിങ്ങളെന്തിനാ നിങ്ങൾ ഇഷ്ടമില്ലാതെ മോള് കാണാൻ പോണത്? ശരിക്കും ഹസീനയുടെ വാക്കുകൾ കേട്ട് പോയി വെക്കുക, ഏതായാലും പെറ്റുപോയില്ലേ. തള്ളാരെ വാക്കൊന്നും കേൾക്കാതെ ഇറങ്ങി പോവല്ലേ ഓലൊക്കെ. നിങ്ങളും അതിനൊന്നും നിൽക്കണ്ട കേട്ടോ. അല്ല, ഒന്ന് പോയി നോക്കാം. ജില്ലേ എനിക്ക് അവളെ മുഖം തന്നെ കാണണ്ട. നഷ്ടപരിഹാരം വാങ്ങാം നവാസിൻ്റെ അടുത്ത് നിന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചപ്പോത്തിന് ഓള് മുങ്ങി നേരെ പുത്തൻ വീട് തറവാട്ടിലെത്തിക്കണ്. അന്ന് ഞാനൊന്ന് രണ്ട് പരിപാടിക്കൊക്കെ പോയിക്കണ്. എന്തൊക്കെ തന്നെയായാലും നമുക്ക് കേസ് കൂടെ കുറച്ച് പൈസ വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ആ പെമ്പറന്നോളൂ അതൊക്കെ അങ്ങോട്ട് കൊളാക്കി. ഇങ്ങനെയുണ്ടാവുമല്ലോ കുരുത്തം കെട്ടോരോ പെണ്ണുങ്ങൾ, ഓരോ കളിക്കാലം. അല്ല എന്താ, വാ പറ്റി പറഞ്ഞ് കൂടെ ഒന്ന് പോയി നോക്കുക. ഏതാ പോയി നോക്കാലോ. ഏതായാലും നേരം വെളുക്കട്ടെ. അന്ന് ഷമ്മാസും നുസൈബയും അതാ രാത്രി അവിടെ തന്നെ കഴിഞ്ഞു. എന്നാൽ ഷമ്മാസ് കാര്യമായിട്ട് നുസൈബയോടൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. അവൾക്ക് വല്ലാത്ത വിഷമായി. അവൾക്ക് തോന്നി, റബ്ബേ, ഞാൻ വന്നത് അവർക്കൊരു ശല്യമായിട്ടുണ്ടാവും. ഞാൻ എന്നെ പോയാലോ കൊണ്ടാക്കിത്തരാൻ. എന്നാൽ അവൾ അതാ ആ വരാന്തയിലിരിക്കുന്ന ആ ഷമ്മാസിനോട് ചോദിച്ചു, ഇക്ക, അത് ഞാൻ വന്നത് നിങ്ങൾക്കൊരു ശല്യമായോ? എന്നാൽ രൂക്ഷമായി ഷമ്മാസ് അവളുടെ മുഖത്തേക്ക് നോക്കി. നുസൈബ, നീ എന്തീ പറയുന്നത്? മനുഷ്യനെ തലക്ക് വട്ടി പിടിച്ച് നിൽക്കുന്ന സമയത്ത് നീയും കൂടെ ഓരോന്ന് പറഞ്ഞതിനെ ഇടങ്ങാറാക്കിക്കോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നിന്നപ്പോഴേക്കും ഇതിപ്പോൾ ഒരു ഭാഗത്ത് അവളും ഒരു ഭാഗത്ത് നീയും. ഞാനിത് ചെയ്യാതെ മനുഷ്യനൊന്നല്ലേ? ഇവിടെ ചോദിക്കണം, ഞാൻ വന്ന് നിങ്ങൾക്ക് ശല്യമായോന്ന്. നിനക്ക് പറയുന്നതിനൊരു നാണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്തു, ശരിയാണ്. പക്ഷേ ഇത്രയധികം ഉപദ്രവമൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഹെൽപ്പ് ചെയ്തത് ഇത്രയധികം ഉപദ്രവം ഞാൻ അവർക്കൊക്കെ വേണ്ടി സംരക്ഷണം കൊടുത്തിട്ടേ ഉള്ളൂ. അത് അവളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അവിടെ കോയമ്പത്തൂർ പോയിട്ടും ഒക്കെ മൊത്തത്തിൽ. പക്ഷേ ഇത് ഇത്രമാത്രം തിരിച്ചടിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏതായാലും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ഇത്. നീയും കൂടെ എന്നെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്. ഞാൻ പോവാണ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും. മലേഷ്യയിലേക്ക് വിളിക്കുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോവും. അല്ലാതെ ഇതിപ്പോൾ രണ്ട് ഭാഗം കൂടി എന്നെ. ശരിക്കും ഷമ്മാസിന് നല്ല ടെൻഷൻ തോന്നി. ഇക്ക, വേണ്ട, ഒന്നും പറയണ്ട. നീ ഒന്ന് ചിന്തിക്കുക, മറ്റൊന്നും ചിന്തിക്കുക. എന്താ ഞാൻ വേണ്ടത്? ഇക്ക, നിങ്ങളിഷ്ടം ഇഷ്ടം പോലെ ചെയ്തോളി. അതെ, ഓള് പലപ്പോഴും പറയണ കേട്ടില്ലേ, എന്നെ കൈവിടരുത്, എന്നെ കൂടെ കൂട്ടണമെന്ന്. എൻ്റെ ഇക്കാക്ക് അങ്ങനെ ആഗ്രഹമാണെങ്കിൽ അതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറേ സഹിച്ചതല്ലേ എൻ്റെ ജീവിതത്തിൽ. ഇനിയിപ്പോൾ അതും കൂടി സഹിക്കാൻ എനിക്ക് പറ്റായൊന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കുന്നത്? ഞാനാണിതിൽ പെട്ടുപോയത്. നീ ഒരു ഭാഗത്തുനിന്ന് അതും അവളും. ഞാൻ എന്താ നുസി ചെയ്യുക? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്താ ചെയ്യുക? ഞാനൊരു മനുഷ്യനല്ലേ? എന്നാൽ ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട അവൾ പറഞ്ഞു, സോറി, ഇനിയൊന്നും പറയില്ല, അറിയാതെ. അല്ല, നീ പറഞ്ഞ കുഴപ്പമില്ല. നിനക്ക് പറയാലോ, നിനക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ, നീ എൻ്റെ ഭാര്യയല്ലേ. പക്ഷേ ഇക്ക, അവൾ പറയുന്നു നിന്നെപ്പോലെ എനിക്ക് അവളെ കാണണമെന്ന്. അതെന്താ നുസി, ഞാൻ എന്താ ചെയ്യുക? നവാസ്കിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതിപ്പോൾ എൻ്റെ തലയിലാകുന്ന പോലെയാണ്. ഇക്ക, സോറി, ഞാനറിയാതെ. സോറി ഒന്നും വേണ്ട. ആരായാലും പറഞ്ഞു പോവുകയും ചെയ്യും. കാരണം നോക്കി എന്നെ വിടുന്ന പ്രശ്നമല്ല. ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മ അടിൻ്റെ കുറവാണെന്ന്. എന്താ ഞാൻ ചെയ്യുക? ഇവർ പറയുന്നത് കുതിരവട്ടത്ത് കൊണ്ടിടാനും. എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. ഇക്ക, സോറി കേട്ടോ, ഞാനറിയാതെ. അതെ, ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകളിൽ ശരിക്കും അവൾ വല്ലാതെ സങ്കടപ്പെട്ടു. അവൾ ഷമ്മാസിനോട് സോറി പറഞ്ഞു. സോറി കേട്ടോ, അറിയാതെ. ഇല്ലടി നുസി, എൻ്റെ മനസ്സ് ഞാൻ എങ്ങനെ തുറന്ന് കാണിക്കുക എനിക്കറിയുന്നില്ല. ഞാൻ ആരുടെ മുമ്പിലാണ് തല കുനിക്കേണ്ടത്, ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് എനിക്കറിയുന്നില്ല. എന്നാൽ നുസൈബ പറഞ്ഞു, അതെ, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല.
പിന്നെ പിന്നെന്തേ വേണ്ടത്? അങ്ങേ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ നുസി മിണ്ടാതെ നിന്നോ, നിന്റെ ചുണ്ടിൻ്റെ നിന്ന് കിട്ടും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹാ, ശരിക്കും ഷമ്മാസിന് ദേഷ്യമാണ് വന്നത്. ഞാൻ പോയിക്കോളാം നാളെ തന്നെ. അവൾക്ക് ഞാൻ നിൽക്കുന്ന ഇഷ്ടമില്ലേക്ക. എന്നെ കാണുന്നത് അവൾക്ക് ദേഷ്യമാണ്. എന്തിനാ സൗദ് നുസൈബ ഇവിടെ നിന്നത്? എന്തിനു പോയിക്കൂടെ? ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൂടെ? ഇവിടെ ക്ഷാമോ മതിയല്ലോ. അതല്ല പറയുന്നത്. ഞാൻ പോയിക്കോളേക്ക, ഞാൻ പോയിക്കോളാം. എന്താ ഇപ്പം തന്നെ പോകണോ? പോയിക്കോ, ഇപ്പം തന്നെ ഇറങ്ങിപ്പോയിക്കോ. ഈ നട്ടപ്പാതിരാക്ക് ഇറങ്ങിപ്പോയിക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. ശരിക്കും ഷമ്മാസ് അല്പം ദേഷ്യത്തോടെയും സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. അവൾ ദയനീയമായി ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ പോകുന്നില്ലേ? പോകുന്നില്ലേ നീയേ? നീ എന്താ പോകുന്നില്ലേ? പോകുകയെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ പോയിക്കോ, അതല്ലേ പറഞ്ഞത്. കുഞ്ഞുങ്ങളെ പോയി നോക്കിക്കോ. അതെ, എനിക്ക് സൗദിയുടെ കാര്യം നോക്കാനുണ്ട്. നീ പോയിക്കോ. ശരിക്കും അതാ ഷമ്മാസ് ദേഷ്യം പിടിച്ച് സങ്കടത്തോടെ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. നുസൈബക്ക് അത് കണ്ടപ്പോൾ പേടിയായിപ്പോയി. അവൾ തല താഴ്ത്തി. എന്താ കരയുന്നത്? എന്തിനു വേണ്ടിയിട്ടും കരയുന്നത്? എല്ലാവരും കൂടി എന്നോട് കൊന്നോളി, ഞാൻ ഏതെങ്കിലൊക്കെ പോയിക്കോളാം. എൻ്റെ റബ്ബേ, ഇത് ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു ദോഷമായി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. റബ്ബേ പഠിച്ചോനെ, എല്ലാവരെയും രക്ഷിക്കണം, എല്ലാവരെയും സമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കണം എന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ റബ്ബിനറിയാം എൻ്റെ മനസ്സിലെന്താണെന്ന്. അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നും ഇക്ക ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നീ എന്ത് പറഞ്ഞത്? അവൾ ഏറ്റെടുക്കണമെന്നോ? എന്താ നുസൈബ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? എന്താ നിൻ്റെ ചക്കുളത്തിയായിട്ട് അവളെ ഏറ്റെടുക്കണോ? എൻ്റെ രണ്ടാം ഭാര്യയായിട്ട് ഞാൻ സൗദിയെ സ്വീകരിക്കണോ? അതാണോ നീ പറയുന്നത്? അതല്ല. പിന്നെന്താ? നീ എന്താ പറഞ്ഞതിൻ്റെ പൊരുള്? നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. ആഹാ, നീ ആള് നല്ല ശുദ്ധ പെണ്ണാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നീ പറയുന്നത് അവളെ കൂടെ ഏറ്റെടുത്തൂടെയെന്ന്. എന്തൊക്കെയാ പറയുന്നത്? ഞാനതല്ല പറഞ്ഞത്. പിന്നെന്താ നീ പറഞ്ഞത്? അത് തന്നെയാണ്. അവളുടെ വർത്താനൊക്കെ കേൾക്കുമ്പോൾ അത് സുഖമില്ലാതെ ബുദ്ധിയില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നെന്ന് വിചാരിച്ചിട്ട് നീ അതങ്ങ് കാര്യമാക്കണോ എൻ്റെ നുസൈബ? ഇക്ക, അവൾക്ക് ബുദ്ധി കുറവുണ്ടോ? ഡോക്ടർമാർ വരെ ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെന്താ? ബുദ്ധി ഇല്ലാത്തവരല്ല അങ്ങനെ ഓരോന്ന് വേണ്ടാത്തി വിളിച്ച് പറയാ. അല്ലാതെ ബുദ്ധിയുള്ളവർ ഇതുപോലുള്ള അനാവശ്യ വാക്കുകൾ വിളിച്ച് പറയുമോ? നീ പറ. ശരിക്കും അതാ നുസൈബയുടെ ആ മനോഹരമായ കവിളുകൾ ഷമ്മാസിൻ്റെ ആ ഒരു ബലമായ കൈകൾ കൊണ്ട് അവൻ അമർത്തി പിടിച്ചു. അതെ, അവളുടെ കവിളുകൾ ചുവന്നു. പറയടി, എന്താ ഞാൻ വേണ്ടത്? പറ, എനിക്കിപ്പോൾ കേൾക്കണം. ഞാനെന്താ ചെയ്യേണ്ടത്? നീ പറ. വേണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോളേ എൻ്റെ തല ഭ്രാന്തായി നിൽക്കുകയാണ്. അത് സൗദക്കല്ല ഭ്രാന്ത്, എനിക്കാണ്. എന്നെ കൂടി കൊണ്ടുപോയിട്ടുണ്ടിരും അവിടെ. എല്ലാവരും കൂടി ഇടങ്ങാറാക്കി എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ട്. സൗദയുടെ വീട്ടിലേക്ക് ഒരു യാചകനെ പോലെ ഞാൻ പോയിട്ടുണ്ട്. അതെ, അവൾക്കുള്ള ഗർഭം കാണാനും കുട്ടിയെ കാണാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട്. എന്നിട്ട് അവരുടെ ഉമ്മയൊക്കെ കാണിച്ചു കൂട്ടിയ സംഭവങ്ങളൊക്കെ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഞാൻ എല്ലായിടത്തും ക്ഷമിച്ച് സഹിച്ച് താഴ്ന്നു നിന്നു. ഇപ്പം എല്ലാവരും എൻ്റെ തലേക്ക് കയറുകയാണ് അല്ലേ, നീ അടക്കം അല്ലേ. എൻ്റെ നവാസ്കത അവൾ ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. അതാണ് വേണ്ടത്, അതായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള അല്പം മനുഷ്യത്വം ഉണ്ടായതുകൊണ്ട് ആരും ബുദ്ധിമുട്ടരുത്, വിഷമിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലും ഞാനങ്ങ് താഴ്ന്നു പോവുകയായിരുന്നു. എൻ്റെ ഉമ്മ എന്നെ ഇതാണ് പഠിപ്പിച്ചത്. എൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എൻ്റെ ഉമ്മ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഉമ്മ ഒന്നും പറയാറുണ്ടായിരുന്നില്ല, സഹിച്ചിട്ടേ ഉള്ളൂ. അതാണ് എനിക്കും കിട്ടിയത്. അല്ലാതെ ഒരാളെയും ഞാൻ അതിനിടയിൽ അതാ സത്താറിൻ്റെ ഭാര്യയെ അവരെ മക്കളെടുത്ത് പോകുന്നു, അവർക്ക് വേണ്ടത് കൊണ്ടുപോയി കൊടുക്കുന്നു. അതിനിടയിൽ ഞാൻ നിൻ്റെ വീട്ടിൽ പോകുന്നു, വീട് പണിയും കാര്യങ്ങളും നോക്കുന്നു. അതിനിടയിൽ ഉസ്താദിൻ്റെയും ഭാര്യയുടെയും അവർക്ക് ഫ്ലാറ്റും കാര്യങ്ങളും അത് നോക്കുന്നു. അതിനിടയിൽ സൗദിയുടെ ഫാമിലി അവരെ ഓലെ ഉപ്പയും എളാമയും മക്കളും ഒറ്റപ്പെട്ടപ്പോൾ അങ്ങനെ എല്ലാവരെയും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കിയിട്ടേ ഉള്ളൂ. ഓരോരുത്തരെയും ഞാൻ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. എനിക്ക്
എല്ലാവരും സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഒരാളും ബുദ്ധിമുട്ടണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ മനസ്സും അത് സൗദത്ത എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ മറ്റു രീതിയിൽ. പക്ഷേ ഈ ഭ്രാന്തമായ രീതിയിൽ ഓരോന്ന് വിളിച്ച് പറയുന്നത് അത് എൻ്റെ കുറ്റം കൊണ്ടാണോ? എനിക്കിവിടുന്ന് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ. ഞാനെന്ത് ചെയ്യുക? അതിനിടയിൽ നിങ്ങളുടെ ഓരോ കുറ്റപ്പെടുത്തലുകളും. നുസൈബ, ഇല്ല, നിർത്തി. ഷമ്മാസ് സഹായം ചെയ്യലൊക്കെ നിർത്തി, മതി, എനിക്ക് മതിയായി. അല്ലെങ്കിലും ചെയ്യുന്നവർക്കായിരിക്കും എപ്പോഴും കുറ്റം, അതുറപ്പാണ്. ഞാൻ ഒരുപാട് ഉപകാരങ്ങൾ പഠിച്ചവനെ വിചാരിച്ചിട്ട് ചെയ്തതാണ് എല്ലാം. എനിക്ക് പ്രതിഫലം ആഗ്രഹിച്ചിട്ടില്ല. അള്ള എല്ലാം കാണുന്നുണ്ടല്ലോ. പഠിച്ചവനെ വിചാരിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് വേറൊരു കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇത്. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കോമാളിയാക്കാണ്. ഇപ്പോഴിതാ അവൾ പറയുകയാണ് എനിക്ക് ഷാമോനെ വേണമെന്ന്. നീ പറയുന്നു അതെ അവളെയും കൂടി ഏറ്റെടുത്തോന്ന്. എന്ത് നുസൈബ ഞാൻ പറയാം? ശരിക്കും അവൻ്റെ വാക്കുകൾ കേട്ട് നുസൈബ കരഞ്ഞു പോയി. ഇക്ക വേണ്ട, കരയണ്ട, എല്ലാവർക്കും കൂടി ഒരു പാവയാണ് ഞാൻ. എല്ലാവരും പറയുന്നത് അനുസരിക്കണം, കേൾക്കണം. ആരൊക്കെ തന്നെ തെറ്റിപ്പിണങ്ങി നിൽക്കുമ്പോഴും അവരെ കൂട്ടിക്കൊണ്ടുവരാനോ, ആരുടെയൊക്കെ കുടുംബം എവിടെയൊക്കെ ദൂരെ കോയമ്പത്തൂരും തമിഴ്നാട്ടിലുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനും എല്ലാത്തിനും ഞാൻ പോയി, പഠിച്ചവനെ വിചാരിച്ചിട്ട് മാത്രം. പക്ഷേ ആർക്കും എന്നെ ഒരു പരിഗണനയില്ല. എന്നെ പന്ത് തട്ടും പോലെ തട്ടാണ് എല്ലാവരും ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു പോയ പോലെ. ഞാൻ എല്ലാവർക്കും ഉപകാരം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ദാ ഇവളെ ഞാൻ അവിടെ പോയി സംരക്ഷിച്ച് അവർക്കുള്ളതെല്ലാം കൊണ്ടുവന്ന് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ പറയുന്നത് കണ്ടില്ലേ, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്, നല്ല നോക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ എൻ്റെ കൂടെ കൂട്ടണം. അത് കാണുന്ന നീയെ അതിലേറെ. ഞാൻ എന്താ നുസീബ ചെയ്യുക? നിനക്ക് പോകണമെങ്കിൽ പോകാം, കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. എൻ്റെ വിധി ഇതൊക്കെ തന്നെ ആയിരിക്കും, സുഖമില്ലാത്തവരെ നോക്കിക്കൊണ്ട് നടക്കാനും ഓക്കെ. ഞാനെന്ത് ചെയ്യാം? ഇക്ക സോറി. എന്ത് സോറി? പറയാനുള്ളതൊക്കെ നിങ്ങളെല്ലാവരും പറയുകയും ചെയ്യും. അവസാനം തെറ്റ് മുഴുവൻ എൻ്റെ തലയിൽ. ഞാനെന്ത് ചെയ്യാം? ഞാനെന്ത് ചെയ്യാം? അത് പറ നീയെ. എനിക്കൊന്നും പറയാനില്ല. ഇവിടുത്തെ ഈ നാട്ടിലത്തെ ജീവൻ തന്നെ മടുത്തു. ഞാൻ പോവാണ് മലേഷ്യയിലേക്ക്. എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ, വിളിക്കാറുണ്ട്. പക്ഷേ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അവരാരെയും വിഷമിപ്പിക്കാതെ, ആരുടെയും കണ്ണുനീര് ഇല്ലാതെ എല്ലാവർക്കും സന്തോഷങ്ങൾ നൽകാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെവിടെയും അതേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സുഖങ്ങൾ വരെ ഒഴിവാക്കി നട്ടപ്പാതിരാക്കൊക്കെ എത്രയോ എണീറ്റ് ഓടിയിട്ടുണ്ട്. സാരില്ല, നമ്മൾ ചെയ്ത ഗുണങ്ങൾ ഒരിക്കലും എടുത്തു പറയാൻ പാടില്ല. അങ്ങനെ ചെയ്ത ഗുണം എടുത്തു പറയുന്നവർ ഛർദ്ദിച്ചത് മടക്കി തിന്ന നായെ പോലെയാണ്. അതെ, ഇപ്പോൾ ഞാൻ ആ സ്വഭാവക്കാരനായി. കാരണം നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചു എല്ലാവരും കൂടെ. ഞാനെല്ലാം പഠിച്ച റബ്ബിൽ അർപ്പിച്ചതാണ്. പക്ഷേ എത്രയൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ഇതാക്കിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കുറ്റാണ്. അതെ, നിനക്ക് ഞാൻ അവളെ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത വരെ എത്തിപ്പോയി അല്ലേ നുസൈബ? നീ അതെന്നോട് പറയാൻ പാടുണ്ടോ? നീ അതെന്നോട് പറയാൻ പാടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? അവൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അവൾ അത്രക്കും പഠിച്ചവനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ സുഖത്തിന് വേണ്ടിയോ അവളുടെ സുഖത്തിന് വേണ്ടിയോ അല്ല. മനസ്സിലാക്കിക്കോ നുസൈബ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ വിചാരിച്ചു. പക്ഷെ നീയും മനസ്സിലാക്കിയില്ല. സോറി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവൻ കരഞ്ഞുകൊണ്ട് നേരെ ഹോസ്പിറ്റൽ വരാന്തയിൽ ചെന്നിരിഞ്ഞു പൊട്ടിക്കരഞ്ഞു. എന്നാൽ നുസൈബ പതുക്കെ അത് നോക്കി. ഷാമോനെ സോറി, എന്നോട് ക്ഷമിക്കണം. വേണ്ട, എല്ലാവരും എന്തും ചെയ്തോളൂ, എനിക്ക് പ്രശ്നമല്ല. അതെ, മരണം വരെ ആർക്കൊക്കെ വേണ്ടി സേവനം ചെയ്ത് ജീവിക്കണം, അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ശരിക്കും ഷമ്മാസ് പൊട്ടിക്കരയുകയാണ് ചെയ്തത്.
എന്നാൽ നുസൈബക്ക് വല്ലാത്ത സങ്കടമായി. റബ്ബേ പഠിച്ചോനെ എൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ആ സൗദത്തിയുടെ വാക്കുകൾ കേട്ട പിന്നെ എന്താ ഞാൻ പറയുക? എനിക്ക് ഷമ്മസിനെ വേണം, നുസിയെ പോലെ എന്നെയും നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ എന്താ റബ്ബേ ഞാൻ പറയുക? ഇപ്പോൾ വേണ്ടില്ലായിരുന്നു, ഒന്നും പറയേണ്ടില്ലായിരുന്നു. അതെ, അവർ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അവൾ നേരെ ഷമ്മാസിൻ്റെ അരികിലേക്കെത്തി. ഷമോനെ. അവൻ നോക്കിയില്ല. ഷമോനെ പ്ലീസ്. അവൻ്റെ മുടിയിഴകളിൽ അവൾ പതുക്കെ തലോടി. ഷമോനെ സോറി, ഞാനറിയാതെ. നുസി, നീയും എന്നെ തെറ്റിദ്ധരിച്ചല്ലോ, അതാണ് എനിക്ക് സങ്കടമായത്. അവൻ വിതുമ്പിക്കൊണ്ട് നുസൈബയുടെ കൈകൾ മുറുകെ പിടിച്ചു. അവൻ്റെ കണ്ണുനീർ തുള്ളികൾ അവളുടെ കൈകളിൽ ഉറ്റി വീണു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.